ब्रह्म प्रचोदयात्। ബ്രഹ്മദേവ, ഇനിയുള്ളവൻ അങ്ങേ ദർശിക്കുക. അങ്ങയുടെ ദർശന സായുജ്യം നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. കാലങ്ങളേറെ ആയില്ലേ നമ്മുടെ ഈ തിരുസന്നിധിയിലെത്തിയിട്ട്? ഇപ്പോൾ എന്തോ ഉള്ളുമായാണ് ഈ സന്നിധി അണഞ്ഞതെന്ന് മനസ്സിലായി. അതേ സൃഷ്ടിവല്ലഭ, കാര്യകാരണങ്ങളില്ലാതെ അങ്ങേ ദർശിക്കുകയില്ല ഭഗവാനെ. ഭഗവാനെ, കുറെ നാം നമ്മുടെ കിങ്കരന്മാരും വെറുതെ പകിട കളിച്ച് കാലം കഴിച്ചു കൂട്ടുന്നു. യമധർമ്മൻ ഉണർത്തിച്ചത് വളരെ ശരിയാണ്. ഭൂലോകവാസികൾ മുഴുവൻ ശ്രീരുദ്രമന്ത്രം ജപിക്കുകയാണ്. ആ മന്ത്രം ജപിച്ച് സജ്ജനങ്ങളായി തീർന്നവർക്ക് സ്വർഗമുറപ്പാണ്. പിന്നെ ഇങ്ങനെ നരകലോകത്തിൽ ആത്മാക്കളെത്തും. പ്രഭു, ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഇതിനൊരു അവസാനം ഉണ്ടായേ മതിയാകൂ. മാർഗമുണ്ട്. എന്താണ് മാർഗം ബ്രഹ്മദേവ? മനുഷ്യരിൽ ശ്രദ്ധയും പരസ്പര വിശ്വാസവും ഇല്ലാതാക്കിയാൽ നാമം ജപിച്ചാൽ പോലും അത് ഫലിക്കാതെ വരും. പിന്നെ നരകലോകത്തിലേക്ക് ആത്മാക്കളുടെ പ്രവാഹമായിരിക്കും. ഈ മാർഗം ഫലിക്കുമോ? തീർച്ചയായും യമധർമ്മ, മരണപാശം കയ്യിലുള്ള അങ്ങയെ നശിപ്പിക്കുവാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ യക്ഷരാക്ഷസ നാഗന്മാർക്കോ മനുഷ്യർക്കോ സാധ്യമല്ലെന്നിരിക്കെ ഈ മാർഗം ഫലം കാണുക തന്നെ ചെയ്യും. ചെല്ലു. നൈമിഷിക ജന്മങ്ങളെ, ഭൂവിൽ വീണ മഞ്ഞുതുള്ളി പോലെ അല്പായുസുക്കളായ നിങ്ങളുടെ ഈ ശക്തിമയ സന്തോഷാരവങ്ങൾ ഇതാ അസ്തമിക്കാൻ. കാമപ്പേക്കൂത്തിൽ തിമിർത്ത് രസിക്കുന്ന നെറിയന്മാരുടെയും പ്രാണൻ നമ്മുടെ കൈകളിലാണ്. ഇനി ഇനി മനുഷ്യകുലത്തിൽ എന്നും തിന്മകൾ മാത്രം. അങ്ങനെ പാതാളലോകം മനുഷ്യാത്മാക്കളെ കൊണ്ട് നിറയും. ശ്രീരുദ്രമന്ത്രം നരകയോഗ്യമായ കുടിലതയുടെ മന്ത്രം ജപിക്കും.
കണ്ടിരിക്കുന്നു. ദിനവും ദിനചര്യകളും കടന്നുപോകും. അതുപോലെ മനുഷ്യനും ആ ഒഴുക്കിൽപ്പെട്ട് മറഞ്ഞുപോകും. അങ്ങ് ഇപ്പോൾ പറഞ്ഞത് ഒരു പ്രപഞ്ച സത്യം. ജനിച്ചു കഴിഞ്ഞാൽ മരണം ഒരു അതിഥിയെ പോലെ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ എന്നാണ്. ഞാൻ പറയട്ടെ? പറയൂ നീ. ഈ ഗജേന്ദ്രന്റെ 2 പുത്രന്മാർക്ക് ജന്മം നൽകിയ മാതാവ്, അതായത് എന്റെ സഹധർമ്മിണി സത്യഭാമ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ദിവസം ഇത്രയും ദൃഢമായി ഓർത്തുവെക്കാൻ എന്നെ അങ്ങ് അത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്നാലും സത്യഭാമയെ സ്നേഹിക്കുന്നതിനുപരി ഒരു പടത്തലവനായി ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അത് കഴിഞ്ഞേയുള്ളൂ രക്തബന്ധങ്ങൾ പോലും. അങ്ങയുടെ അമിതമായ രാജസ്നേഹം ആപത്തിലെ കലാശിക്കും. സത്യഭാമേ, എണ്ണിയാൽ തീരാത്തത്ര സൈന്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. അതിലൊരു പടയാളിയോ ഒരു പടത്തലവനോ വാൾമുനയേറ്റു വീഴണമെങ്കിൽ ആദ്യം എന്റെ വിരുമാറിൽ വാൾമുന തറയ്ക്കണം. രാജസ്നേഹത്താൽ ശത്രു നിഗ്രഹത്തിനായുള്ള അങ്ങയുടെ ഉള്ളിന്റെ പിടച്ചിൽ ആര് കേൾക്കാൻ, ആരറിയാനാണ് ഈ രാജസ്നേഹവും ഈ ആരാധനാഭാവവും? സത്യഭാമേ, ശക്തിയുടെയും ഹിംസയുടെയും സ്വരം യില്ല എങ്കിലും ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ പുലർന്ന് ഈ മണ്ണിനെ പാപമംഗലമാക്കുന്ന ഒരു നീചനായ ചാരനുണ്ട്. അവനെ വകവരുത്തിയാലേ ഈ രാജ്യത്തിന് മോചനമുള്ളൂ. ആ അസുരജന്മങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്നു. പടത്തലവന്റെ ക്രോധാഗ്നി ജ്വലിപ്പിച്ച ആ രാജ്യദ്രോഹി ആരാകും? അനകാപുരിയിലെ വീരനായ നരസിംഹ മഹാരാജൻ, അങ്ങേക്ക് സ്വാഗതം. വിജേന്ദ്രനാഥ്, അങ്ങ് ഈ രാജ്യത്തിന്റെ പ്രഥമ പടത്തലവനാണ്. താങ്കൾ വിചാരിച്ചാൽ ആ ചാരനെ കണ്ടെത്താൻ കഴിയും. ശത്രുവിന്റെ കുതന്ത്രം മറികടക്കുവാൻ അതിലുമേറെ ശക്തിയുള്ള മറ്റൊരു തന്ത്രത്തിനേ കഴിയൂ. തത്വങ്ങളും തത്വചിന്തകളും മാറ്റിവെച്ച് ആ ചാരനെ ബന്ധനത്തിലാക്കുക. ആ ദ്രോഹി കാരണം പടക്കളത്തിൽ ആയിരക്കണക്കിന് പടയാളികളുടെ ശിരസറ്റു. നമ്മുടെ രാജ്യത്തിന്റെ പടനീക്കങ്ങൾ അറിയാവുന്ന ആ ഒരുവൻ കാരണം. ഗജേന്ദ്ര, നിനക്ക് കണ്ണുകളുണ്ട്. അവ സദാ ജാഗരൂകമാണ്. നിന്റെ ബുദ്ധിയും അതുപോലെ തന്നെ. 1000-ലേറെ പടയാളികൾ വധിക്കപ്പെട്ടുവെന്ന് നീ പറഞ്ഞു. അപ്പോഴും നിന്നെ വധിക്കാൻ കഴിഞ്ഞില്ല. തന്ത്രത്തിൽ അയൽ രാജ്യത്തിന് ചോർത്തിക്കൊടുത്തു. സ്വന്തം രാജ്യത്തിന്റെ സമ്പത്തായ പടയാളികളെ കൊന്നൊടുക്കാൻ കൂട്ടുനിന്നു. അങ്ങ് ചോദിച്ചില്ലേ ആരാണ് ആ ദുഷ്ടനായ രാജ്യദ്രോഹി എന്ന്? അങ്ങാണ് ആ രാജ്യദ്രോഹി. ഈ ചതി കൊണ്ട് തെളിഞ്ഞ ഈ കണ്ണുകൾ അന്ന് ഇരണ്ടുപോകും. ഈ അപമാനം അങ്ങേ പാതാളത്തോളം ചവിട്ടിത്താഴ്ത്തും. എന്തിനാ രാജൻ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിലെ ജനങ്ങളോടും ഈ മഹാപരാധം ചെയ്തത്? ഇപ്പോൾ മനസ്സിലായോ ഗജേന്ദ്ര? പോലെ നിന്റെ അന്ത്യം നീ കാണും. നിന്നെ വധിക്കാൻ നാം പല തന്ത്രങ്ങളും മെനഞ്ഞു. പകരം സംഭവിച്ചതോ എന്റെ ഭടന്മാർ ശത്രുരാജ്യത്തിന്റെ ഇരകളായി.
എന്നിട്ടും നിനക്ക് മാത്രം മരണമില്ല. എന്നാൽ ഇന്നാണ് നിന്റെ ജന്മനക്ഷത്രത്തിന്റെ പര്യവസാനം. ഇരുട്ടു വീഴുന്ന ഈ സുദിനത്തിൽ എന്റെ മൂർത്തിക്ക് നിന്റെ ചോര കൊണ്ടുള്ള അഭിഷേകം. ഈ രാജ്യത്തിലെ ഓരോ പ്രജകളും നമ്മെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അവരിൽ ഒരാൾ മാത്രമാണ് നമുക്ക് നീ. ചിരിച്ചും ആജ്ഞാപിച്ചും ആശ്വസിപ്പിച്ചും ഭരിക്കുന്ന നമ്മെ മാത്രമേ നിനക്കറിയൂ. അതൊരു രാജതന്ത്രം. രാജതന്ത്രം മാത്രം. എന്തിനു വേണ്ടി? എന്റെ അപരാധത്തിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ചതിച്ചു. എല്ലാം നിനക്ക് സ്വർഗത്തിലിരുന്ന് കാണാം, ആസ്വദിക്കാം, ആവേശം കൊള്ളാം. ഇപ്പോൾ നിനക്ക് മടങ്ങാം ഒരിക്കലും ഉണരാൻ കഴിയാത്ത നിദ്രയിലേക്ക്. ഇത്രയും കാലം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അനുഷ്ഠിച്ച കർമ്മത്തിന്റെ പ്രതിഫലം. ഗന്ധം വമിക്കുന്ന ഇവനെ ഒഴിവാക്കാൻ ഇത്രയും നാൾ വേണ്ടി വന്നു. അങ്ങയോടുള്ള ആദരവും സ്നേഹവും കാരണം ഇവനെ ഈ സത്യഭാമയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. അമ്മേ, 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 അമ്മേ. സ്നേഹമുഖം ബന്ധുര ശരപഞ്ചരത്തിനുള്ളിലെ കിളിയുടെ പ്രാണൻ ഇടയുന്നു. അഗ്നി കണ്ണുള്ള കാലം കഴുകന്റെ നഖമുനയിൽ ബന്ധം തകരുന്നു. അഗ്നി കണ്ണുള്ള കാലം കഴുകന്റെ നഖമുനയിൽ ബന്ധം തകരുന്നു. സത്യഭാമേ, ഇന്നു മുതൽ നിന്റെ മേൽ ഒരവകാശിയും ഉണ്ടാവാൻ പാടില്ല.
ഇനി അവിടെ നിൽക്കേ. മോനെ, മനസ്സിലായി, കാല് തീരുമാനല്ലേ? മോനെ ധീര, ശരീരത്തിന്റെ ഒരു വശം തളർന്നിട്ട് വർഷങ്ങളാവുന്നു. നിന്നെ പരിചരിക്കാനോ ആഹാരം വെച്ച് വിളമ്പി തരാനോ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ മോനെ. എന്റെ മോന്റെ കഷ്ടപ്പാട് കാണുമ്പോ എന്തിനാ ദൈവങ്ങളെ ഇപ്പോഴും എന്റെ മോനെ വിളിച്ച് കഷ്ടപ്പെടുത്തുന്നത് ഓർക്കും പറഞ്ഞു പോകുന്നതാ. അമ്മേ, ഈ മകന് ഇതൊരു കഷ്ടപ്പാടല്ല, പുണ്യമാണ്. തിന്നാനും കുടിക്കാനും പോലും വേണ്ടവോളമില്ലാതെ 10 മാസം ഈ വയറിനുള്ളിൽ എന്നെ സുരക്ഷിതമായി ചുമന്ന് നടന്നില്ലേ? ജനിച്ചു കഴിഞ്ഞിട്ടോ സ്വന്തം വയറ് നിറയ്ക്കേണ്ട അന്നം കൂടി എനിക്ക് തന്ന് ഊട്ടിയില്ലേ എന്റെ അമ്മ? ആ അമ്മയെ പരിചരിക്കണം. എന്താ അവിടെ? ഓ, ഒന്നുമില്ലമ്മേ. മോനെ, പാത്രത്തിലൊന്നുമില്ല അല്ലേ? എന്റെ മോൻ വിഷമിക്കാൻ ഒരു നേരമോ ഒരു ദിവസമോ കഴിക്കാതിരുന്നാൽ ആരും മരിക്കില്ല. കാരണം ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെ ഊട്ടാൻ ശ്രീ പരമേശ്വരനുണ്ട്, സാക്ഷാൽ ബ്രഹ്മാണ്ഡ നായകൻ. അമ്മേ, ഞാൻ പോയിട്ട് അമ്മയ്ക്ക് കഴിക്കാനെന്തെങ്കിലും കിട്ടും. ഈ വിശന്നിരിക്കൽ എന്നേ ശീലായതാണ്. ആ ധീര, മോനിങ് അടുത്ത് വാ. അമ്മേ, അമ്മയുടെ വിശപ്പ് മാറ്റാൻ ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? എന്തു പാട്ടാ നീ പാടാൻ പോകുന്നത്? കുഞ്ഞുനാളില് ഞാൻ വിശന്ന് കരയുമ്പോ അമ്മ എനിക്ക് പാടിത്തരാറുള്ള ആ പാട്ട്. ആ, അമ്മ പാടിയ പാട്ടോ? അതെ അമ്മ, എനിക്ക് ഓർമ്മയുള്ള വരികൾ പാടാം. മറന്നുപോയത് അമ്മ പാടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാ ഞാൻ തുടങ്ങട്ടെ. ജന്മങ്ങൾ പുണ്യം പകരുകയായി അമ്മതൻ സ്നേഹം വാത്സല്യമായി. ജന്മങ്ങൾ പുണ്യം പകരുകയായി കാതോരം പാടും താരാട്ടുകൾ സ്നേഹത്തിൽ നിറയും പൂവുകൾ ഇരുളലയിൽ ചന്ദ്രോദയമായി ഉണരുകയായോ. അമ്മ ബാക്കി പാടുമ്പോഴേക്കും ഞാൻ പോയിട്ട്
ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. എന്തേ? മഹാറാണി ഇന്ന് പതിവില് നേരത്തെയാണേ. പതിവുകളൊക്കെ ഒന്ന് തെറ്റിക്കാമെന്ന് കരുതി. മഴയുടെ കോളുണ്ട്. പൂജ നടക്കട്ടെ. മഹാറാണി അവിടേക്ക് മാറി നിന്നാലും. മഹാദേവ, ഇതെല്ലാം അങ്ങേക്ക് നിവേദിച്ചതാണെന്നറിയാം. ഇതെല്ലാം ഞാൻ എടുക്കുന്നു. പെറ്റമ്മയുടെ വിശപ്പനത്തന വേറെ ഒരു വഴിയും കാണുന്നില്ല. ഈ പെരുമഴയത്ത് കാട്ടിനുള്ളിൽ പഴവർഗ്ഗങ്ങൾ തിരയാനും കഴിയില്ല. ഭഗവാനെ, പൊറുക്കണം. അപരാധമാണ് ചെയ്യുന്നത്. ഭഗവാന് നിവേദിക്കാൻ കൊണ്ടുവന്ന പഴവർഗ്ഗങ്ങൾ കാണുന്നില്ല. അതെ, ശരിയാണല്ലോ. ഈ തിരുനള്ളിയിൽ വെച്ചതാണല്ലോ. എന്ത്? നാം കൊണ്ടുവച്ച ഫലവർഗ്ഗങ്ങൾ കാണുന്നില്ലെന്നോ? അസാധ്യം. ആരായിരിക്കും അധികാരി? അറിയില്ല മഹാറാണി. ഒരിക്കൽ കൂടി നോക്ക്. ഇവിടെ ഒന്നും കാണുന്നില്ല. ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മോഷ്ടിക്കാൻ ആർക്കാണ് ധൈര്യം? ഭഗവാന്റെ മുതല് കട്ടെടുത്ത മഹാഭാവി ആരാണാവോ? അളകാപുരിയുടെ ഭരണചക്രം തിരിക്കാൻ രാജാവിനു കരുക്കൾ മെനയുന്ന ഈ സത്യഭാമ മഹാറാണി പദത്തിലെത്തിയത് ചതിയുടെയും വഞ്ചനയുടെയും പടികൾ ചവിട്ടി തന്നെയാ. ആ എന്നോട് മറ്റൊരു ചതിയോ? ആരവിടെ? കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നത് കണ്ടോ? പെരുമഴയായിരുന്നല്ലോ മഹാറാണി. ആരും തന്നെ വന്നു പോകുന്നത് കണ്ടില്ല. എന്താ മഹാറാണി ഒരു സന്ദേഹം? ഭഗവാന് നിവേദിക്കാൻ നാം കൊണ്ടുവന്ന ഫലവർഗ്ഗങ്ങൾ ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ മഹാറാണി കൊണ്ടുവന്ന നിവേദ്യഫലങ്ങൾ മോഷ്ടിക്കാൻ ചങ്കൂറ്റം കാണിച്ചവനെ എത്രയും വേഗം കണ്ടെത്തി മുന്നിലെത്തിക്കുക. ആജ്ഞപോലെ മഹാറാണി. നമ്മുടെ കൺവെട്ടത്തു നിന്നും ഫലവർഗ്ഗങ്ങൾ മോഷ്ടിക്കാൻ ധൈര്യം കാട്ടിയവൻ നാളെ ക്ഷേത്രത്തിനകത്തെ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹം തന്നെ മോഷ്ടിക്കുകയില്ലെന്ന് ആര് കണ്ടു?
എത്രയും വേഗം ആ തസ്കരനെ കണ്ടെത്തി മഹാരാജാവിന്റെ മുന്നിൽ ഹാജരാക്കുക. ഇത് സത്യഭാമയുടെ കൽപ്പന. അമ്മേ, ആഹാ, നീ എത്തിയോ? അതെ അമ്മേ, ഈ ധീരൻ പഴങ്ങളും ലഡുവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മ വയറ് നിറച്ച് ഭക്ഷിച്ച് വിശപ്പകറ്റിയാലും. ഇതൊക്കെ എവിടുന്ന് കിട്ടി മോനെ? ക്ഷേത്രത്തിൽ നിന്നാണമ്മേ. ഇതിലൊരുപാടുണ്ടല്ലോ ധീര. സത്യം പറ, നീ ഇത് കട്ടതാണോ? എങ്കിൽ എനിക്ക് വേണ്ട. അമ്മേ, അമ്മയുടെ മകൻ മോഷ്ടിക്കും എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നിന്നെ അവിശ്വസിച്ചതല്ല മോനെ, ഒരു ഭയം. ഓർമ്മ വെച്ച നാൾ മുതൽ പട്ടിണിയും ദുരിതങ്ങളും ആയിരുന്നെങ്കിലും ജീവിത മൂല്യങ്ങൾ ആവോളം പകർന്നതെന്നാണ് നിന്നെ വളർത്തിയത്. അത് കേട്ടു വളർന്ന നീ വിശപ്പെന്ന പരീക്ഷണത്തിന് മുന്നിൽ അമ്മ പകർന്നു തന്ന മൂല്യങ്ങൾ മറന്നു കാണുമോ എന്നൊരു ഭയം. ഞാനൊന്നും മറന്നിട്ടില്ലെന്നേ. മറന്നിരുന്നുവെങ്കിൽ ചതിച്ചും പിടിച്ചുപറിച്ചും എന്നേ ഈ മകൻ ഒരു കുബേരനായന്. ഇത് പൂജ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലെ കഴകക്കാർ പുറത്തു വെച്ചതായിരിക്കും. ആരെങ്കിലും കൊണ്ടുപോയി കഴിക്കട്ടെ എന്ന് കരുതി കാണും. നിന്റെ വാക്കുകൾ ഈ അമ്മ വിശ്വസിക്കുന്നു. അമ്മ കഴിക്കേ. വിശന്ന് പൊരിയുമ്പോൾ മുന്നിൽ കിട്ടിയ ആഹാരം അതെന്തായാലും അമൃതായി കരുതി കഴിക്കമ്മേ. അമ്മയുടെ വിശപ്പ് മാറിയാലേ ഈ ധീരന്റെ മനസ്സടങ്ങും. മോനെ, ഇനി എന്നാ ഈ ദുരിതക്കടലിൽ നിന്നും കരകയറാൻ കഴിയുക? ഈ ദുരിതം മാറണമെങ്കിൽ ഈ മഹാരാജ്യത്തെ രാജാവിന്റെ മനം മാറണം. എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കണം. അല്ലാതെ ഇവിടെ ഒന്നും മാറില്ലെന്നേ. രാജ്യം എത്രയൊക്കെ പുരോഗമിച്ചാലും നമ്മെ പോലെ ഒരു വിഭാഗം പ്രജകൾ എന്നും ദുരിതക്കയത്തിലായിരിക്കും. അമ്മേ, അമ്മയും മോനും കൂടി കട്ട മുതൽ പങ്കിട്ട് കഴിക്കുകയാണല്ലേ? ക്ഷേത്രത്തിനുള്ളിൽ കയറി മോഷ്ടിക്കാൻ തക്ക കരൾ ഉറപ്പുണ്ടോടാ നിനക്ക്? സവർണ മേധാവിത്വം അടക്കി വാഴുന്ന ഈ രാജ്യത്ത് അവർണനായ നിനക്ക് അമ്പലമുറ്റത്ത് എന്ത് കാര്യം? എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. അല്ല, അവ മോഷ്ടിച്ചതല്ല. അയ്യോ അല്ല, പെറ്റമ്മയുടെ വിശപ്പടക്കാൻ ഇറങ്ങി തിരിച്ചതാ എന്റെ മോൻ. ഞങ്ങളും പാവങ്ങളാ. ഒന്നും ചെയ്യല്ലേ. അതെ 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 അതെ, പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ വന്നവരാ ഞങ്ങൾ. കഴുത്തിൽ തലയിരുന്നാലല്ലേ വയറിന്റെ വിശപ്പറിയൂ. ഇപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ അറിയുന്ന ഇവന്റെ തല എന്തിനാ? മോഷണ കുറ്റത്തിന് തൊണ്ടിയോടെ പിടിക്കപ്പെട്ട ഇവനെ വെട്ടിയരിഞ്ഞിട്ട് കൊടുക്ക. എന്റെ വയറിന്റെ വിശപ്പ് മാറട്ടെ. വിശപ്പടക്കാൻ ആഹാരം മാത്രമല്ലേ അവൻ കൊണ്ടുവന്നുള്ളൂ. ഏതമ്പലമായാലും അവിടുത്തെ ദേവൻ പൊറുക്കും എന്റെ മോനോട്. നിങ്ങൾക്ക് മനസ്സലിവുണ്ടാകണം. അവരെ ഒന്നും ചെയ്യരുത്. ആഹാരം മോഷ്ടിച്ചവൻ നാളെ പ്രതിഷ്ഠ മോഷ്ടിക്കില്ല എന്നാര് കണ്ടു? ഇവന്റെ കുറ്റം മഹാദേവൻ ക്ഷമിച്ചാലും മഹാറാണി ക്ഷമിക്കില്ല. അവർ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ ഏത് ദേവനും. ഇവനെ ജീവനോടെ രാജസന്നിധിയിലെത്തിക്കാനാണ് മഹാറാണിയുടെ കൽപ്പന. പക്ഷേ ഈ ചന്ദ്രഹാസന്റെ ശരീരത്തിൽ കൈവച്ചവൻ ആരായിരുന്നാലും ജീവനോടിരിക്കാൻ പാടില്ല. നിത്യവും ഭിക്ഷ തണ്ടി കാലം കഴിക്കേണ്ട നീയൊക്കെ
കൊട്ടാര ഭോജനത്തിന് മോഹിക്കുന്നു. നിന്റെ ജീവൻ യമധർമ്മദേവന് ദാനമായി നൽകുന്നു. ജീവനെ വധിക്കുക. പെറ്റമ്മയുടെ വിശപ്പടക്കാൻ കുറച്ച് പഴവർഗ്ഗങ്ങൾ എടുത്ത എനിക്ക് ഈ ശിക്ഷയാണെങ്കിൽ രാജ്യത്തെ ഖജനാവിനെ കട്ടുമുടിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്ത് ശിക്ഷയാണ് ഈശ്വരൻ തരാൻ കാത്തുവച്ചിരിക്കുന്നത്? കിടന്നലറണ്ട, അവൻ ചത്തു. പോലുള്ള പിഴച്ച സന്തതികൾക്ക് ജന്മം കൊടുക്കുന്ന നിന്നെയൊക്കെ അങ്ങനെ നിന്റെ മകൻ എന്നോടൊപ്പം യമലോകത്തിൽ. നിന്റെ ജീവൻ ഇപ്പോൾ എനിക്ക് വേണ്ട. ഇതൊരു ചതുരംഗ കളിയാണ്. ജനനവും മരണവും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ജീവൻ ഞാൻ എടുക്കും. കാരണം ശ്രീരുദ്രമന്ത്രം ഭൂമിയിൽ നിലച്ചിരിക്കുന്നു. ഇനി നാം വിളിക്കാത്ത അതിഥിയായി എവിടെയും വരും. ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് നിന്റെയൊക്കെ ജീവൻ എടുക്കാൻ.
ചെയ്താലും മാതേ? ഇതിനുള്ളിൽ ഒരു ഉറുമ്പിനെ പിടിച്ചിടുക. നിന്റെ ഭഗവാൻ ധ്യാനനിമഗ്നനാണ്. സർവ്വലോകത്തിനും സർവ്വജീവജാലങ്ങൾക്കും അന്നം കൊടുക്കുന്ന ഭഗവാൻ ഈ ഉറുമ്പിന് അന്നം നൽകുമോ എന്ന് നോക്കാം. ഞാനത് ചെയ്തു കൊള്ളാം മാതേ. ബ്രഹ്മാണ്ഡ നായകൻ, ത്രിലോകങ്ങൾക്കും അധിപൻ, എന്തുകൊണ്ട് അളകാപുരിയിലെ വിശന്നു വലയുന്ന പട്ടിണിപ്പാവങ്ങൾക്ക് അന്നം നൽകുന്നില്ല? ലോകം വാഴ്ത്തുന്ന അന്നദാന പ്രഭുവാണ് പോലും. നന്ദി, ഇതാ നോക്കൂ, ഭൂമിയിൽ ആ അമ്മയുടെ നിലവിളി കേൾക്കുന്നില്ലേ? അതെ, കേൾക്കുന്നു മാതേ. ആ അമ്മയുടെ നിലവിളി ഒരിടിനാദം പോലെ നമ്മുടെ കർണപുടങ്ങളെ തകർക്കുന്നു. സ്വന്തം മകനെ കൺമുന്നിൽ വെട്ടിയെറിഞ്ഞിരിക്കുന്നു. ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിന്. നാമും ഒരമ്മയല്ലേ? സ്ത്രീയായ നാം ഇതെങ്ങനെ കണ്ടു നിൽക്കും? മാതേ, ഇതിനൊരു പരിഹാരം കാണേണ്ട ഭഗവാൻ ധ്യാനത്തിൽ നിന്നും ഉണർന്നാലല്ലേ ഇക്കാര്യം ബോധിപ്പിക്കാൻ കഴിയൂ. ഭഗവാൻ, യമദേവൻ എന്താ കൈലാസത്തിന് മുകളിലൂടെ പ്രദക്ഷിണം വെക്കുന്നത്? ദേവി, ഏതോ ഒരു മനുഷ്യരായുസ്സൊടുങ്ങും മുമ്പ് അയാളുടെ ജീവനെടുത്തു. ഈ പാപം യമന്റെ മേൽ പതിക്കാതിരിക്കുവാൻ കൈലാസം ചുറ്റി വണങ്ങി യമലോകത്തേക്ക് പോകുന്നതാണ്. അങ്ങ് എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാം നടത്തുന്നു. പിന്നെ എന്തുകൊണ്ട് ആ ആമാടപ്പെട്ടിയിൽ നാം ഒളിപ്പിച്ചു? ഭഗവാനെ, ആശ്ചര്യമായി. ഈ ഉറുമ്പും ആഹാരം ഭക്ഷിക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തിൽ ആരും തന്നെ പട്ടിണി കിടക്കേണ്ടവരല്ല. കാരണം ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമായതെല്ലാം പ്രകൃതി തന്നെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പട്ടിണിയാണെങ്കിൽ അതിന് കാരണം മനുഷ്യൻ തന്നെയാണ്. എന്തുകൊണ്ട് സത്യഭാമയുടെ കാര്യം പറഞ്ഞില്ല? സ്വന്തം ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും അവൾ കൊല്ലിച്ചില്ലേ? അളകാപുരിയിലെ നരസിംഹ മഹാരാജാവിന്റെ പട്ടമഹിഷിയാകുവാൻ ഇന്നവൾ മഹാറാണിയായി വാഴുന്നു. എല്ലാം അറിയുന്ന അങ്ങ് എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? ഇത് ബ്രഹ്മദേവൻ യമദേവന് കൊടുത്ത യുദ്ധതന്ത്രമാണ്. മനുഷ്യർ സദാ ശ്രീരുദ്രമന്ത്രം ജപിച്ചിരുന്നു. ആ മന്ത്രശക്തിയാൽ രാജ്യം എന്നും ഒരമ്മയുടെയും കണ്ണുനീർ ഭൂമിയിൽ വീഴാൻ പാടില്ല. എങ്കിൽ വെട്ടേറ്റ് പിടഞ്ഞു മരിച്ച ധീരൻ പുനർജനിക്കണം. അതെങ്ങനെ? ധീരന്റെ പ്രാണൻ യമദേവന്റെ കയ്യിലല്ലേ? ഈ ബ്രഹ്മാണ്ഡ പാടിത്തരാം. എഴുന്നേൽക്ക്. ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ലെന്നറിയാം. എങ്കിലും എന്റെ മകന് വേണ്ടി ഈ അമ്മ പാടും. ഭഗവാനേ, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? എന്റെ
എന്റെ ജീവനും അങ്ങേക്ക് എടുത്തുകൂടെ? മതിയാക്കൂ. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര കരഞ്ഞാലും മരിച്ചവൻ തിരികെ വരുമോ? മകന് ഈ ദാരുണാന്ത്യം വന്നു ഭവിക്കാൻ എന്താണ് കാരണം? വിശപ്പടക്കാനൊന്നുമില്ല. ഇതിനേറെ സ്വന്തം മകന്റെ ശവശരീരം ചുടലപ്പറമ്പിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുവാനുള്ള വക പോലുമില്ലാത്തൊരമ്മ. എന്നിട്ടും നിങ്ങളുടെ നാവിൽ നിന്നും ഈശ്വരൻ നിന്ന് വരുന്നില്ല. നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ ഈ കൊടിയ ദാരിദ്ര്യം, ഇതാണ് ഈശ്വരന് സമർപ്പിക്കേണ്ട നിവേദനം. ഒന്ന് ചോദിച്ചോട്ടെ, അമ്മയുടെ ഈ മകന്റെ ജീവൻ തിരിച്ചു നൽകിയാൽ പകരം എന്ത് തരും? ഭഗവാനെ, ഈ അമ്മയെ പരീക്ഷിക്കുകയാണോ? വിധി കവർന്നെടുത്ത എന്റെ പൊന്നുമോന്റെ ജീവൻ തിരികെ തരാൻ അവിടത്തേക്ക് കഴിയുമെങ്കിൽ പകരം തരാൻ എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ സന്തോഷത്തോടെ നൽകാം. മാതാവിന്റെ ജീവൻ നമുക്കെന്തിനാണ്? മാതാവിന്റെ ഉദരത്തിൽ പിറന്നവനല്ലേ ഇവൻ. ആ ജീവൻ ഇവന് കൊടുത്തേക്ക്. എങ്ങനെയാ മഹർഷി ഞാൻ ജീവൻ പകർന്നു കൊടുക്കേണ്ടത്? ഞാൻ മരിച്ചാൽ ഇവൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇപ്പോ തന്നെ ഞാൻ എന്റെ ജീവൻ വെടിയാം. മാതാവേ, ഒന്നുകൂടി ആലോചിക്കുക. സ്വന്തം ജീവനാണ്, അത് പോയാൽ പിന്നെ എന്റെ മകന്റെ ജീവനിലും വലുതല്ല എന്റെ ജീവൻ. അവൻ ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം. ഘോര ഘോര അഹോരി, അഹോരി ഘോര ഘോര, ഘോര ഘോര അഹോരി. ധീര, ഉണരുക. ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ജിഗിരാര പ്രിയ താണ്ഡവ ശങ്കര പ്രകട ശുഭങ്കര പ്രളയ ഭയങ്കര ജിഗിരാര. ജന്മം കൊണ്ട് നീ അഹങ്കാരിയായി തീരരുത്. എവിടെ അധർമ്മം കണ്ടാലും എതിർക്കുക. ഒന്നുകൂടി, എന്ന് നിന്റെ മനസ്സുകൊണ്ട് നമ്മെ പരിത്യജിക്കുകയോ അധർമ്മം പ്രവർത്തിക്കുകയോ ചെയ്താൽ അന്നു മുതൽ കാലകേയൻ നിന്നെ പിന്തുടരും. ഭഗവാനെ, ഇത്രമേൽ ഞങ്ങളോട് കാരുണ്യം ചെയ്യുവാൻ എന്ത് പുണ്യമാണ് ഞങ്ങൾ ചെയ്തത്? യഥാത്വം ഈശ്വരം ഭജസി തഥാമാം ത്വം പരിപാലയാമി. ധീര, ഇനി മുതൽ നീ അളകാപുരിയിലെ വീരനാണ്. നിന്റെ ഏത് ഹീനമാർഗത്തിലൂടെയും കൈക്കലാക്കി കുന്നോളം കൂട്ടുന്ന സമ്പത്തിന്റെ പാപഭാരം തീർക്കാൻ, ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ അവയൊക്കെ സ്വീകരിക്കപ്പെടും എന്ന് കരുതുന്നുണ്ടോ? ഇവിടെ ഒരു നന്മയും ഭഗവാൻ കൊടുക്കാതിരുന്നിട്ടും ഈ അമ്മയുടെ ഉള്ളിലെ ഭക്തി, പുത്രവിയോഗത്തിൽ പോലും വിടാതെ മനസ്സും ശരീരവും ഭഗവാന് സമർപ്പിച്ച നിന്റെ മാതാവ് എല്ലാ അമ്മമാർക്കും ഒരു മാതൃകയാണ്. ആ ഭക്തിക്ക് മുന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു. లింగమై కనికరించరా విధిలికి తమునిక పరపర పర జరిపి అమృతమే కురిపించరా. അമ്മേ, അമ്മേ, മോനെ, നമ്മൾ ഈ ഭൂമിയിൽ വീണ്ടും ജീവിച്ചിരിക്കുന്നു.
എന്റെ രോഗങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഇനി ഒരിക്കലും നിന്നെ കാണുമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ ശ്രീപരമേശ്വര, ബ്രഹ്മാണ്ഡ നായക, നിനക്ക് സ്തുതി. ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര നമോ നമ പ്രിയനാഥവ ശങ്കര പ്രകടക ഭയോ സുഗന്ധര പ്രളയ ഭയം. ഇനി മടങ്ങിയെത്താൻ കഴിയും. രാജ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രതയുണ്ടായിരിക്കണം. മഹാറാണി, നമ്മുടെ കണ്ണുകൾ ഈ അളകാപുരിയിലെ ഓരോ ദിശയിലും സദാ നിരീക്ഷണത്തിലാണ്. ഈ സത്യഭാമ ഭഗവാന് സമർപ്പിക്കാൻ കൊണ്ടുപോയ ഫലവർഗ്ഗങ്ങൾ കണ്ടെടുത്തവനെ കണ്ടെത്തി നിഗ്രഹിച്ചോ? ആ മോഷ്ടാവിനെ കണ്ടെത്തി അവന്റെ ചന്ദ്രഹാസനെ അളകാപുരിയിലെ പടത്തലവൻ മോഹിച്ച് സ്വന്തമാക്കിയവൾ ഈ സത്യഭാമ. മഹാരാജാവും ഭ്രമിച്ചു പോയത് ഈ സത്യഭാമിയുടെ വശ്യത കണ്ടു തന്നെയാ. ഇനിയും ആരെല്ലാം ഈ സത്യഭാമിയിലേക്ക് ആകർഷിക്കപ്പെടാൻ മഹാരാജാവിന്റെ പത്നിയെ കാമുകിയാക്കുന്നത് തന്നെ വലിയൊരു. പിന്നെ മഹാറാണി എന്ന് വിളിക്കരുത്, സത്യഭാമ. സത്യഭാമ എന്ന് മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ റാണിയും മന്ത്രിയുമല്ല, കമിതാക്കൾ. പങ്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു മനസാക്ഷി കുത്ത്. എന്നെ പോകാൻ അനുവദിച്ചാലും. വെട്ടാനും കൊല്ലാനുമുള്ള ആവേശം ഒരു പെണ്ണിനെ അനുഭവിക്കുന്നതിലും ഉണ്ടാകണം ചന്ദ്രഹാസ. തന്ത്രങ്ങൾ മെനയാൻ മന്ത്രി എന്റെ ഉണ്ടാകണം. ഈ ബന്ധം വേറൊരാളും അറിയാൻ പോകുന്നില്ല. രഹസ്യബന്ധങ്ങളെല്ലാം പുറത്തറിയുമ്പോൾ മാത്രമാണ് തെറ്റ് എന്ന് മുദ്രകുത്തപ്പെടുന്നത്. ആരും അറിയാത്ത കാലത്തോളം ഇത് നമ്മുടെ മാത്രം ശരി. ഇത്രയുള്ളൂ ഒരു പുരുഷൻ. പെണ്ണിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ കാലിടറാത്ത ഏത് പുരുഷനുണ്ട്? ഇന്നു മുതൽ മന്ത്രി ചന്ദ്രഹാസൻ ഈ സത്യഭാമിയുടെ അടിമ. നിനക്ക് പോകാം. അപ്പോൾ മന്ത്രി നമ്മ കള്ളം പറയുകയായിരുന്നു അല്ലേ? അവനെ വധിച്ചുവെന്ന് നമ്മെ വിശ്വസിപ്പിച്ച് പ്രീതി നേടാൻ. സത്യഭാമ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. അവനെ എന്റെ ഈ കരങ്ങളാൽ നാം വധിച്ചതാണ്. കേട്ട വാർത്ത അസത്യമാവാനേ തരമുള്ളൂ. ഈ സത്യഭാമയെ കബളിപ്പിച്ച് കട്ടെടുത്തവന് മരണം തന്നെയാണ് വിധി. ഇന്ന് കതിരവൻ അണയും മുമ്പ് അവന്റെ ഉടലില്ലാത്ത തല എനിക്ക് വേണം. എന്താ മന്ത്രിക്ക് അതിന് കഴിയുമോ? ധീരന്റെ തല ഇന്ന് പകലോൻ അസ്തമിക്കും മുമ്പ് സത്യഭാമയ്ക്ക് ഞാൻ കാഴ്ചവെക്കും വെള്ളിത്താലത്തിൽ. ഞാനിതാ പുറപ്പെടുകയായി. ഏത് ഈശ്വരനാണ് അധികാരിക്ക് പുനർജന്മം നൽകിയതെന്ന് നിന്നെ കണ്ട ആനയും സിംഹവും കരടിയും ഭയം നോടിയേക്കാം. ഈ കരിന്തണ്ടൻ ഒന്നിനെയും പേടിയില്ല. പോയില്ലെങ്കിലോ? ഇവിടെ നിന്നും ഈറ ശേഖരിക്കാൻ വന്നതാണ് ഞാൻ.
അതും കൊണ്ട് ഈ ധീരൻ പോകൂ. കാരണം അതെന്റെ ജീവിതമാർഗമാണ്. ഈ കരിന്തണ്ടനെ വെല്ലുവിളിച്ച് നിനക്കത് സാധിക്കുമോ? വന്ന കാര്യം ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. നീ മുമ്പ് എവിടെയാണ് ഈ വാൾ കണ്ടിട്ടുള്ളത്? പറ, സത്യം പറ. അമ്മ, ത്രിലോക മാതാവ് ആദിപരാശക്തിയുടെ കൈകളിൽ. ശ്രീ മഹാമായേ, കരിന്തണ്ടൻ എന്നും സ്വപ്നം കാണാറുണ്ട്. ആ വാൾ തന്നെയാണിത്. പറയുക, നിനക്കെങ്ങനെ കിട്ടിയത്? എന്നോടുള്ള നിന്റെ പകപോക്കൽ കഴിഞ്ഞോ? എങ്കിൽ ഞാൻ പറയാം. കരിന്തണ്ടൻ എന്നെ ഈ നിനക്ക് പുനർജന്മം ലഭിച്ചെന്ന് വിശ്വസിക്കണം. കാരണം ആ വാളിന്റെ പ്രകാശം എന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും പോലെ. ഇനി മുതൽ നിനക്ക് വിജയം മാത്രം. ഈ വാൾ കൊണ്ട് നിനക്ക് രാജ്യം തന്നെ കീഴടക്കാൻ സാധിക്കും. ധീര, ഈ വാൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. നിന്റെ ഒപ്പം എപ്പോഴും ഞാനുണ്ടാവും. ഇന്നു മുതൽ നമ്മൾ ആത്മമിത്രങ്ങൾ. പിന്നെ ധീര, നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ പെറ്റമ്മയുടെ ഉദരത്തിൽ ചവിട്ടിയവനെ വെച്ചേക്കരുത്. അവന്റെ വലങ്കാലിനെ നീ വെട്ടിയെടുക്കണം. അവൻ അളകാപുരിയിലെ മന്ത്രിയായിരുന്നാലും രണ്ടു കാലിൽ നടക്കരുത് ധീര. ഈ ദിവ്യായുധം കൊണ്ട് അളകാപുരിയിലെ അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ഞാൻ പട നയിക്കുമ്പോ കരുതുന്ന എനിക്ക് താങ്ങും തണലുമായി നിന്റെ കൂട്ടരും ഒപ്പം ഉണ്ടാകണം. ഉണ്ടാവും ധീര. ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര നമോ നമഃ. ഇക്കൂട്ടത്തിലുണ്ടോ എന്റെ കൈയാൽ അത്യം വരിച്ചവൻ? ജീവനോടെ മടങ്ങി വന്ന് മായം കാട്ടുന്നവൻ? എവിടെ ഒളിച്ചാലും ഇനി അവൻ രക്ഷപ്പെടില്ല. തമ്പുരാന്റെ തല വേണമെന്ന നിന്റെ തല വെള്ളിത്താലത്തിലാക്കി കാണിക്ക വെക്കാമെന്ന് ഞാനങ്ങ് സമ്മതിച്ചു. അളകാപുരിയിലെ മഹാറാണി അത് സമർപ്പിക്കാൻ അടിയൻ തയ്യാറാണ്. ഇതാ എടുത്തോളൂ. മിടുക്കൻ. നമ്മ നിനക്ക് ഭയമുണ്ടല്ലേ? നമ്മോടൊരു ബലപരീക്ഷണത്തിന് മുതിരാതെ തലയെടുത്തോളാൻ പറയുന്ന നീ ബഹുമിടുക്കൻ തന്നെ. പട്ടിയുടെ വില പോലുമില്ലാത്ത കുടലയായ സത്യഭാമയ്ക്ക് എന്റെ തല ഞാൻ ദാനം ചെയ്യണമെന്ന്. ഇനി മുതൽ അളകാപുരിയിലെ മന്ത്രിമുഖ്യൻ ഒറ്റക്കാലിൽ എഴയും. ഇനി ഒരിക്കലും ഈ വലങ്കാല് ഒരു മൺതരിയുടെ മേലും ഉയരാൻ പാടില്ല. വേണ്ട. ആരാണ് നീ? ഈ കാൽ എന്തിനാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ കൊണ്ടുവന്നത്? ആരാണ് ഇവനെ ബന്ധിക്കുക? കൊട്ടാര വളപ്പിലെ സുരക്ഷാ വലയം ഭേദിച്ച് ഇവൻ എങ്ങനെ ഇതിനുള്ളിൽ കടന്നു? ഏത് പ്രതിബന്ധവും എന്റെ മുന്നിൽ നിസ്സാരമാണ് റാണി. എല്ലാ പെറ്റമ്മ എന്ന വാക്ക് ഈ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്തവളാണ് നീ. നൊന്തുപെട്ട കുഞ്ഞുങ്ങളെയും താലി കെട്ടിയവരെയും ചതിച്ചു കൊന്നില്ലേ നീയും നിന്റെ മഹാരാജാവും കൂടി?
ആ 3 ജീവന്റെ പുറത്തല്ലേ നീ മഹാറാണി പദം ചമഞ്ഞിരിക്കുന്നത്. ആ നീ നീ ആരാണ്? ധീരൻ. ചൂടും ചൂരും നന്നായി അറിഞ്ഞിട്ടുണ്ടോ നീ? ഇല്ലെങ്കിൽ സത്യഭാമ അറിയിക്കാൻ നിന്നെ. എന്റെ മുന്നിൽ നീ വെറും ശൂന്യം. ധൈര്യമുണ്ടെങ്കിൽ പൊരുതി നോക്ക്. നിനക്ക് ധീരന്റെ കരുത്തെന്താണെന്ന് അറിയണ്ടേ? നിന്റെ കൊട്ടാരത്തിന് ചുറ്റും മുഴുവൻ പടയാളികളെയും ഞാനും എന്റെ കൂട്ടരും ചേർന്ന് വധിച്ചു കഴിഞ്ഞു. ഇനി നീയും നിന്റെ മഹാരാജാവും മാത്രം. ഇന്നു മുതൽ ഈ രാജ്യം ഭരിക്കുന്നത് ഈ ധീരൻ മാത്രം. അല്ലെങ്കിൽ സാവധാനം യാതനാപൂർണം. ഇവനെ ബന്ധിക്കാൻ ആരുമില്ലെന്നോ? ആരും വരില്ല. കാരണം ഇപ്പോൾ ഈ കൊട്ടാരത്തിന്റെ കാവൽക്കാർ എന്റെ പടയാളികൾ. ഭരണകർത്താക്കൾ കിരാതന്മാരായാൽ ആ രാജ്യത്തെ പ്രജകൾ എന്നും അടിമകളായിരിക്കും. ഇന്നു മുതൽ ഈ അളകാപുരിയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുവാൻ പോകുന്നു. എന്താ കരിന്തണ്ടന എതിർപ്പുണ്ടോ? ധീരന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ. നിന്റെ വാക്കുകളെ എതിർക്കാൻ എനിക്ക് ആവില്ല ധീര. എങ്കിൽ ഈ നിമിഷം മുതൽ അളകാപുരിയിലെ പ്രജാപതി അങ്ങ് തന്നെയാണ്. ധീര, അളകാപുരിയിലെ രാജസിംഹാസനത്തിലിരിക്കുന്ന കരിന്തണ്ടന്റെ ആദ്യ കൽപ്പന ഈ സത്യഭാമ നമ്മുടെ മുൻപിൽ നൃത്തം ചെയ്യട്ടെ. എന്താ ധീരന്റെ അഭിപ്രായം? അതെ, ഇവൻ നിർത്തിയിടത്തു നിന്നും തുടങ്ങട്ടെ. തേടി നരസിംഹൻ വരും. നമ്മുടെ പടയാളികളോ കൊട്ടാര പരിചാരകരോ ഇപ്പോൾ അറിയരുത്. അളകാപുരി നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് അറിഞ്ഞാൽ നരസിംഹൻ രാജ്യം വിട്ടുപോകും. അവനെ ഇവിടെ വരുത്തണം. എല്ലാം രഹസ്യമായിരിക്കണം. ഞാൻ കൊട്ടാരത്തിലെ മാളികപ്പുരയിൽ കാണും. നിങ്ങളോ? മഹാരാജൻ, എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് തരണം. എഴുന്നേൽക്ക്. അപരാധങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണം, കരയേണ്ടി വരുമെന്ന്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ധീരനോട് പറയണം, എന്നെ വധിക്കുകയോ ബന്ധിക്കുകയോ ചെയ്യരുതെന്ന്. സാധ്യമല്ല. കർമ്മഫലം അനുഭവിച്ച് തീരൂ സത്യഭാമേ. ജീവിക്കാൻ കൊതിയുള്ള എത്ര ജീവനുകൾ നീ മൂലം നഷ്ടമായി. അപ്പോൾ നീയും കുറ്റം ചെയ്തവൾ, നീയും മന്ദിയെയും കാണുന്നില്ലല്ലോ. കൊന്നു കളഞ്ഞു കാണുമോ ആവോ? ഇതിനൊക്കെയുള്ള ശക്തി ഇവൻ എവിടെ നിന്ന് കിട്ടി? കണ്ടുപിടിക്കണം ഈ സത്യം. കണ്ടിട്ടില്ലല്ലോ. ഞാനും അങ്ങയുടെ ഒരു ഭരൻ തന്നെയാണ്. അളകാപുരി ആപത്തിലാണ്. രാജ്യം പിടിച്ചെടുത്തു. കരിന്തണ്ടനോ? അവനാരാ? എവിടുന്ന? എങ്ങനെ നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തി? അവനെ നാം വധിക്കും. മഹാരാജാവ് എങ്ങോട്ടാണാവോ? അവനെ കോലുകൊണ്ട് അളക്കാൻ. നിനക്കെന്ത് വേണം? എനിക്ക് നിന്നെ വേണം. ഈ ധീരന് നിന്റെ പ്രാണൻ വേണം. ഓ, നീ ധീരനാണല്ലേ? എന്റെ രാജ്യത്ത് നീ എന്തിനു വന്നു? നിന്റെ രാജ്യം
ഇപ്പോൾ നിനക്ക് രാജ്യവുമില്ല, ചെങ്കോലുമില്ല. ഈ ആടയാഭരണങ്ങൾ കൂടി അഴിച്ചെടുത്താൽ നീ ഒരു നികൃഷ്ട ജന്മം മാത്രം. രാജസിംഹാസനത്തിലിരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? നരസിംഹ, യമധർമ്മന്റെ തേർവാഴ്ച ഇവിടെ അവസാനിക്കുന്നു. മുടങ്ങിയ യാഗങ്ങളും ശ്രീരുദ്ര മഹായജ്ഞങ്ങളും പുനഃസ്ഥാപിക്കും. പാരിൽ ഓങ്കാര മന്ത്രങ്ങളും പ്രതിധ്വനിക്കും. ഇന്നു മുതൽ ഈ മണ്ണ ബ്രഹ്മാണ്ഡ നായകന് സ്വന്തം. നിന്റെ ഒരു ബ്രഹ്മാണ്ഡ നായകൻ. ശിവ 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 ശിവ. ഇനി നാം എന്തൊക്കെ കാണാനിരിക്കുന്നു? ധീര, ഈ നീചനായ രാജ്യദ്രോഹിയെ വധിക്ക്. അനീതി കാട്ടുന്ന ഇവന്റെ ചോര കൊണ്ടാകട്ടെ നമ്മുടെ പട്ടാഭിഷേകം. ഇവനോ നമ്മുടെ സിംഹാസനം പിടിച്ചടക്കിയവൻ, കരിമ്പട ചൂടിയ പരദേശി. ഗംഗയെ തിരുജടയിൽ ഒളിപ്പിച്ചവൻ, ചന്ദ്രക്കല തിരുജടയിൽ ചൂടിയവൻ, ആകാഭരണ ഭൂഷിതനും ചുടലഭസ്മധാരിയുമായ അവൻ ആരാ? അവന്റെ തൃക്കണ്ണു തുറന്നാൽ നീയൊക്കെ ഭസ്മമായി തീരും. ഈ അളകാപുരിയിലെ പ്രജകൾ അനുഭവിച്ചറിഞ്ഞുകൊള്ളും. ആരാണേ? വരൂ, പറയാം. ബോധ്യമായി വലങ്കാൽ വെട്ടിമാറ്റിയിട്ടും വേദന വകവയ്ക്കാതെ ഈ രഹസ്യം അറിയും. ഈ വേദനയുടെ തുടുപ്പിലും സത്യഭാമ ഒപ്പം ഉണ്ടെന്നുള്ളത് ധൈര്യം പകരുന്നു. ഒരു ദുഃഖമേ ഉള്ളൂ, ധീരന്റെ തല ഈ മുന്നിൽ സമർപ്പിക്കാൻ കഴിയാത്ത നീ. വിടില്ല ഞാൻ. അതിനുള്ള തന്ത്രം മെനയണം. അവൻ തന്ത്രം നമ്മുടെ രാജ്യം കൈയടക്കിയ നിമിഷം തന്നെ ചാരന്മാർ നമ്മെ അറിയിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടെത്തുക തന്നെ വേണം. അളകാപുരിയെ കീഴടക്കാൻ ഒരു ശക്തിക്കും ഇന്നേവരെ കഴിഞ്ഞിട്ടില്ലാത്തതാണ്. കാലാകാലങ്ങളായി നാം വിശ്വസിച്ച് പൂജിച്ചിരുന്ന അവരുടെ നിവേദ്യങ്ങളെക്കാൾ വില കൽപ്പിച്ചു മഹാദേവൻ. അതാണ് ആ ധീരന് പുനർജന്മമേകിയത്. മാത്രമല്ല, ശ്രീ പരമേശ്വരി അവന് ദിവ്യശക്തിയുള്ള വാളും നൽകി. ആ വാൾ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയവൾ. സത്യഭാമേ, വേഗം ചെല്ലൂ. ധീരന്റെ പക്കലിരിക്കുന്ന വാൾ കൈവശമാക്കൂ. എന്നിട്ട് അവനെ വെട്ടി വീഴ്ത്തണം. നാം അവന്റെ മാതാവിനെ ഇവിടെ കൊന്നു തള്ളാം. ഭഗവാനെ, മഹാദേവാ, നിന്റെ ശിരസ് ഈ സത്യഭാമ തന്നെ ഛേദിക്കും. തല എനിക്ക് വേണം. എന്റെ ഈ കൈ കൊണ്ട് അറുത്തു മാറ്റണം നിന്റെ ശിരസ്.
പരാക്രമം കാട്ടിയാലും ഇനി ഇത്രയേ ഉള്ളൂ. സത്യഭാമയുടെ തന്ത്രത്തിനു മുന്നിൽ പിടഞ്ഞു തീരാനുള്ളതേ ഉള്ളൂ. നിന്റെ തല വെള്ളിത്താലത്തിൽ വെച്ച് നഗരപ്രദക്ഷിണം നടത്തും ഞാൻ. സത്യമെന്ന വാക്കിന്റെ ആർക്കാണ് സംഭവിച്ചത്? നിന്റെ കയ്യാൽ, നിന്റെ സ്വന്തം കയ്യാൽ നീ നരസിംഹനെ വധിച്ചു. ഇനി നീ നമ്മെ കൊല്ലുമെന്നോ? ഇനി ഈ അളകാപുരിയുടെ ഏക അവകാശി ഈ സത്യഭാമയാണ്. എന്നെ നീ ഒന്നും ചെയ്യില്ല. നിന്നെ വധിക്കാൻ ഈ വാൾ ധാരാളം. ഈ കൊട്ടാരത്തിൽ നീ കാലുകുത്തിയതും മന്ത്രങ്ങൾ മെനഞ്ഞതുമെല്ലാം ഈ വാളിന്റെ ശക്തി കൊണ്ടല്ലേ. ഇനി ഇതുകൊണ്ടാകട്ടെ നിന്റെ അന്ത്യവും. അത് കഴിഞ്ഞ് ഈ വാൾ കൊണ്ട് ഈ സത്യഭാമ ഈ ലോകം തന്നെ കീഴടക്കും. കീഴിലാക്കും ഞാൻ സർവവും. കഴിയുമെങ്കിൽ നിന്റെ ബ്രഹ്മാണ്ഡ നായകനെയും ഞാൻ സ്വന്തമാക്കും. ഈ വാളിൽ ഒരു നിരപരാധിയുടെയും ചോര പുരളാൻ പാടില്ലായിരുന്നു. ഈ വാൾ കൊണ്ട് നീ 10,000-കണക്കിന് പടയാളികളെ വധിച്ചു. അതിൽ ഏറെയും നിരപരാധികൾ. ഈ വാൾ നിനക്ക് നൽകിയപ്പോൾ ബ്രഹ്മാണ്ഡ നായകൻ നീ മൊഴിഞ്ഞത് നീ കേട്ടതല്ലേ? അധർമ്മത്തിനെതിരെ അധർമ്മികൾക്ക് നേരെ മാത്രമേ ഈ ആയുധം പ്രയോഗിക്കാവൂ എന്ന്. ജീവൻ തിരികെ ലഭിച്ചപ്പോൾ നീ അഹങ്കാരിയായി മാറി. നിനക്ക് മോക്ഷമില്ല. അമ്മേ, ദേവിയെ, ഞാൻ ചെയ്തത് അപ്പോൾ എന്റെ കാതുകളിൽ മഹാദേവനും ദേവിയും ഒഴിഞ്ഞ വാക്കുകളല്ല, പ്രതികാരമാണ് മുറ്റി നിന്നത്. എന്നോട് ക്ഷമിക്കൂ ഭഗവാനെ. ഭഗവാനെ, എന്നോട് ക്ഷമിക്കില്ലേ? ഓരോ ജീവ ശിക്ഷിക്കാനും സംഹരിക്കാനും മഹാരുദ്രന് മാത്രം അവകാശം. ഈ കർമ്മം ചെയ്യാൻ നീ ആര്? ഇനി ഞാൻ എന്ത് ചെയ്യണം? പുനർജന്മം. ബ്രഹ്മാണ്ഡ നായകൻ വസിക്കുന്ന പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിലേക്ക്. നിന്റെ യൗവനത്തിൽ ജരാനരകൾ ബാധിച്ച് ഒരു ഭിക്ഷാന്തേഹിയെ പോലെ നിനക്കവിടെ വസിക്കാം. എന്താ, സമ്മതമാണോ ധീര? സമ്മതം. ഈയുള്ളവന് മോക്ഷപ്രാപ്തി കിട്ടുമെങ്കിൽ സുഖ സൗഭാഗ്യങ്ങൾ വെടിഞ്ഞ് എവിടെ വേണമെങ്കിലും പോകാം. ഭഗവാന്റെ സന്നിധിയിൽ പ്രാണൻ വെടിയോണം കഴിയാം. ഓംകാരം പൊരുളേ, ഗിരിജാവല്ലഭ, മാപ്പേകളെ, അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പേകളെ ഭഗവാനെ. കാലറുത്ത് മാറ്റിയവന് 10 മാസം ചുമന്ന് പെറ്റതാണ് നീ ചെയ്ത കുറ്റം. ധീരന് ഭൂലോകം കാണാൻ അവസരം കൊടുത്ത എന്നാൽ
എന്നാൽ ജീവനല്ലേ നിന്റെ മകന്? വരട്ടെ, അവൻ വരട്ടെ, അമ്മയെ രക്ഷിക്കാൻ. അവനെ ഇതുപോലെ ഞാൻ. അയ്യോ ചന്ദ്രഹാസ, എന്റെ അമ്മയെ ഒരു കൂടിക്കാഴ്ച. എന്താ നിന്റെ ഭഗവാൻ തുടയ്ക്കാത്തത്? ജീവനും കരുത്തും നൽകി അനുഗ്രഹിച്ച് പുനർജന്മമേകുമ്പോ ഇതെല്ലാം നൈമിഷികമാണെന്ന് ഓർത്തില്ല അല്ലേ? നിന്റെ കയ്യിലിരിക്കുന്ന വാൾ സ്വന്തമാക്കാനാണ് നാം കുടിലതന്ത്രം മെനഞ്ഞതും. സത്യഭാമ നിന്റെ കൈവശമിരുന്ന വാൾ തന്ത്രപൂർവം കൈവശമാക്കിയതും. അവളുടെ നാശവും നിന്റെ ആന്ത്യവും മുന്നിൽ കണ്ടിട്ട് തന്നെയാ. ഇതാണ് രാജതന്ത്രം. നിനക്ക് നിന്റെ രാജ്യവും അധികാരവും അവൻ വരില്ല. അവൻ നിന്നെയും ചതിക്കുകയായിരുന്നു. നരസിംഹ മഹാരാജാവിനെ വധിക്കാനും ഈ രാജ്യം കൈക്കലാക്കാനുമുള്ള മറ്റൊരു ചതി. ഇല്ല ഇല്ല, കരിന്തണ്ടൻ എന്നെ ചതിക്കില്ല, എന്നെ ചതിക്കില്ല. എനിക്ക് പുനർജന്മം വേണ്ടായിരുന്നു. ഈ ജന്മം കൊണ്ട് ഞാൻ എന്ത് നേടി? എന്തിനാ അമ്മേ ഭഗവാനോട് പ്രാർത്ഥിച്ച് എന്റെ ജീവൻ തിരികെ വാങ്ങിയത്? ഇന്ന് ഞാനുണ്ടെങ്കിൽ നാളെ ഞാനില്ല. അതാണ് വേദസംഹിത. പിന്നെന്തിനാണ് അമ്മേ അധികാരമോഹവും പീഡനങ്ങളും കൊലപാതകങ്ങളും? വേണ്ടായിരുന്നു അമ്മേ ഇങ്ങനെ ഒരു ജന്മം. ശങ്കര, എന്ത് കുറ്റമാണ് ഭഗവാനെ ചെയ്തത്? ഭഗവാനെ, എന്റെ ഈ ദുരവസ്ഥ കണ്ട് അങ്ങും ചിരിക്കുകയാണോ? നിനക്ക് മടങ്ങാം അങ്ങ് പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധിയിലെ. ഭഗവാനെ, അമ്മേ, എന്നെയാണോ നിങ്ങൾ നോക്കുന്നത്? സുന്ദരിയായതുകൊണ്ടാണോ നിങ്ങൾ നോക്കുന്നത്? എന്റെ സുന്ദരി രൂപം കണ്ടാൽ ആരും ആകർഷിക്കപ്പെടും. വാ, അടുത്തു വാ. ഇവൾ ആരാ?
നമുക്കിനി ഇവിടെ കുറച്ചു നേരം വിശ്രമിക്കാം. അമ്മേ, അമ്മ തളർന്നു പോയാൽ എങ്ങനെയാ? എന്റെ ദൗത്യം ഇവിടെ അവസാനിക്കില്ലേ? പരബ്രഹ്മമൂർത്തിയുടെ സന്നിധിയിലെത്താൻ ഇനിയും ഏറെയുണ്ട്. മോനെ, ഇത് ഏതാ സ്ഥലം? ഇത് മർത്യന്റെ സർവ്വപാപങ്ങളും കഴുകിക്കളയുന്ന ഗംഗാദേവി ശാന്തമായിട്ടൊഴുകുന്ന പുണ്യസ്ഥലമാണ് അമ്മേ, കാശി. എന്റെ ജന്മം ഇവിടെ അവസാനിക്കുന്നു. നീ ഏകനായി പോകുമല്ലോ എന്നൊരു ദുഃഖം ഈ അമ്മയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മോനെ ധീര, ഞാൻ മരിച്ചു പോയാൽ നീ എങ്ങനെ പരബ്രഹ്മമൂർത്തിയുടെ സന്നിധിയിൽ എത്തിപ്പെടും? അമ്മേ, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഈ ധീരന്റെ മനസ്സിനെ വ്രണപ്പെടുത്തരുതേ. എന്റെ അമ്മ എന്നും എന്നോടൊപ്പം ഉണ്ടാവും. ഇല്ല മോനെ, ഇനിയുള്ള യാത്രയിൽ എന്റെ മോൻ തനിച്ചാകും. എന്റെ ജീവൻ കാശിയിൽ പര്യവസാനിക്കാൻ പോകുന്നു. മോനെ, എനിക്ക് ദാഹിക്കുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അമ്മേ, ഞാനിപ്പോൾ കൊണ്ടുവരാം. മഹാദേവ, ഭഗവാനെ, തൊണ്ട വരളുന്നല്ലോ. വെള്ളം, വെള്ളം. മാതാവേ, ഇതാ ജലം. ഇത് ഗംഗാജലമാണ്. ഇത് സേവിച്ചാൽ ദാഹം ശമിക്കും. ആ ദാഹജലം ഇങ്ങ് തരൂ. ഈ തീർത്ഥജലം നിങ്ങൾക്ക് ഞാൻ നൽകാം. അതിനു പകരം ഇനി ഒരിക്കലും ശ്രീപരമേശ്വരന്റെ നാമം ഉരുവിടില്ലെന്ന് മാതാവ് നമുക്ക് സത്യം ചെയ്തു തരണം. അത് സാധ്യമല്ല. എന്റെ മകന്റെ മോക്ഷം തേടിയുള്ള ഈ യാത്രയിൽ മഹാദേവനോടുള്ള ഭക്തി മാത്രമേ പാടുള്ളൂ. വേണ്ട, അങ്ങ് കൊണ്ടുവന്ന ഈ തീർത്ഥജലം എനിക്ക് വേണ്ട. കടന്നു പോ ദൂരെ. നിന്റെ മകൻ വരില്ല, ഇനി ഒരിക്കലും വരില്ല. നിങ്ങൾ ആരാ? ഈ ദുഷ്ടത കാട്ടുന്ന നീ ആരാ? നിന്റെയും നിന്റെ പുത്രന്റെയും ജീവൻ അപഹരിക്കാൻ വന്നവൻ. പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നവൻ ആരോ? അവൻ യമൻ, യമധർമ്മൻ. അമ്മേ, അമ്മേ, ഇത് തീർത്ഥജലമാണ്, സേവിക്കുക. അമ്മേ, 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 അമ്മേ. വിട പറഞ്ഞകന്നീ
പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധി എവിടെയാണെന്ന് ഒന്ന് പറയാമോ? ദൂരം താണ്ടും യാത്ര, ദുരിതം തീരും യാത്ര. ദൂരം താണ്ടും യാത്ര, ദുരിതം തീരും യാത്ര. കഥന പെരുമഴ നിറയും മനസ്സിൽ ദുഃഖം വിങ്ങി പുകയുന്നു. ഈ കണ്ണീർ മിഴികളിൽ തുളുമ്പുന്നു. യാത്ര വഴിയാത്ര, യാത്ര വഴിയാത്ര. പാതിരാവിലെ ഏകതാരകം വീണുടയും കടലലയിൽ ശോകമമ്പരം. തീരാനോവിലെ മോഹസാഗരം അലഞ്ഞൊറിയും പകലുകളിൽ മേഘപഞ്ചമം. വഴിയോ വിദൂരമായി, കനവോ കത്തുകയായി. നേർവഴി നേടുന്ന യാത്ര, ഈ ആനന്ദ ജീവിതയാത്ര. നേർവഴി നേടുന്ന യാത്ര, ഈ ആനന്ദ ജീവിതയാത്ര. ശംഭോ ശിവ ശിവ ശംഭോ ശിവ ശിവ ശംഭോ. ശംഭോ ശിവ ശിവ ശംഭോ ശിവ ശിവ ശംഭോ. ഭഗവാനെ, ഭഗവാനെ ശിവശങ്കര, അവിടുത്തെ തിരുസന്നിധി എവിടെയാണ് ഭഗവാനെ? ഭഗവാനെ, ഭഗവാനെ. അസ്ഥികൾ അലറി നടക്കണ കാലം, കാലം പറവകൾ പാറിയ കാലം. കഴുകൻ കണ്ണിലെ തീയുടെ കോലം, വ്യാളിമുഖങ്ങളിൽ പകയുടെ നാളം. പ്രേതം തുള്ളണ താളം, മരീചിക നീങ്ങും നാദം. പ്രേതം തുള്ളണ താളം, മരീചിക നീങ്ങും നാദം. ശംഭോ 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 ശിവ ശംഭോ ശിവശങ്കര ശംഭോ ശിവ ശംഭോ.
ശിവശങ്കരന്റെ വിനീതദാസനാണ് ഞാൻ. അതിനാൽ ഭഗവാനെ ത്യജിക്കാൻ ഈ ഭക്തനാവില്ല. ഈ ശാപമോക്ഷയാത്രയിൽ ഒരു യമധമനും എന്റെ ജീവൻ അപഹരിക്കാൻ കഴിയില്ല. കാരണം എന്റെ ഈശ്വരൻ മഹാദേവനാണ്. മതി, നിങ്ങൾക്ക് പോകാം. നിനക്ക് പാപമോക്ഷം ലഭിക്കണമെങ്കിൽ ഈ ഗോപുരവാതിൽ താണ്ടണം. അതിന് ഈ യമധർമ്മൻ അനുവദിക്കില്ല. നിന്റെ ജീവൻ തിരികെ നൽകിയപ്പോൾ നനച്ചതാ നിന്നെ നാം വീരസ്വർഗം പോകാൻ അനുവദിക്കില്ല എന്ന്. നിന്നെ കൊണ്ടുപോകും നാം നരകത്തിലേക്ക്. ഈ വേദന എന്റെ ഇടനെഞ്ച് പിളർക്കുന്നത് പോലെ, അസ്ഥികൾ വലിഞ്ഞു മുറുകുന്നത് പോലെ, ഭഗവാനെ അന്നനാളം വറ്റി വരളുന്നത് പോലെ ഈ വേദന സഹിക്കാൻ കഴിയുന്നല്ലോ ഭഗവാനെ. നീ ശ്രീരുദ്രനെ ത്യജിക്കൂ. എങ്കിൽ ഈ വേദനയിൽ നിന്നും നിനക്ക് മോചനം നാം തരാം. ഇല്ല, എന്റെ ഭഗവാനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എനിക്കെന്റെ ജീവനും ജീവാത്മാവുമാണ് എന്റെ ശിവഭഗവാൻ. മാർക്കണ്ഡേയന്റെ ഭക്തിക്കുമേൽ ഉയർന്നിരിക്കുന്നു നിന്റെ ഭക്തി. കാലപാശത്തെ പോലും അതിജീവിച്ച് ഈ തിരുനടയിലെത്തപ്പെട്ട നീ ശിവഭഗവാനിൽ ലയിച്ചു ചേരേണ്ടവനാണ്. ധീര, അളകാപുരിയിലെ പ്രജകൾ ഏറെ സന്തോഷത്തിലാണ്. എന്നും ഭക്തിയുടെ ആരവം. ഈ ത്രിലോകവും സർവചരാചരങ്ങളും ശ്രീരുദ്രമന്ത്രത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കരിന്തണ്ടൻ? അതെ, ധീരന്റെ മിത്രം കരിന്തണ്ടൻ. സത്യത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആരാണ്? അങ്ങ് അളകാപുരിയിൽ നിന്നും ഇതുവരെയുള്ള യാത്രയിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, കരിന്തണ്ടൻ ആരാ? നീ ഇപ്പോൾ കാണുന്നത് സത്യം, ഇനി കാണാൻ പോകുന്നത് പരമസത്യം. ശാപമോക്ഷത്തിനായി പരബ്രഹ്മമൂർത്തിയുടെ തിരുസന്നിധി നേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു. പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഈ വിധം ഇവിടെ എത്തിയെങ്കിൽ ഭഗവാന്റെ ദർശന സായുജ്യം നിനക്കുണ്ടാവും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, അങ്ങ് ആരാണ്? ഈ പുനർജന്മത്തിൽ എനിക്ക് എന്താ വേഷം? ഈ നാടകാന്ത്യത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്താ? ഇത് വിധിയാണ്. നാം നമ്മെ തന്നെ തിരിച്ചറിയുക. ഇതെല്ലാം സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇത് നിന്റെ വിധി. അങ്ങ് ആരാണ്? ഈ പ്രപഞ്ചത്തിലെ സർവരും വിളിക്കും രുദ്രനെന്നും ശങ്കരനെന്നും മഹാദേവനെന്നും. അതേ ധീര, നാം ഭഗവാനെ, ശിവശങ്കര, അങ്ങയുടെ ദാസൻ ഈ സന്നിധി അടഞ്ഞിരിക്കുന്നു. ഈ കൊടിയ ശാപത്തിൽ നിന്നും എനിക്ക് മോക്ഷമേകണേ ഭഗവാനെ. ജടാധര, കൈലാസത്തിൽ പാദങ്ങൾ പതിഞ്ഞപ്പോൾ തന്നെ ധീരൻ പാപമോചിതനായിരിക്കുന്നു. ഇനി നീ എന്നിലേക്ക് അലിഞ്ഞു ചേരുക. ചന്ദനശിലകൾ അലിയുന്ന പോലെ ജന്മം ബ്രഹ്മത്തിൽ ലയിക്കുന്നു. കടലിൽ പുഴ ചേരും പോലെ താനേ ഒഴുകി
സുഖദുഃഖ സമ്മിശ്രമായ ഭൂലോകത്തിനുള്ളിൽ മനുഷ്യരാശി എന്നും അസംതൃപ്തമാണ്. കാലവും വിധിയും യമനും നരകുലത്തിനു മേൽ നടനമാടുക തന്നെ ചെയ്യും. അത് ഒരിക്കലും മാറ്റാനാവാത്ത പരമസത്യം. ഋതുഭേദങ്ങൾ പോലെ ഇവയും അനിവാര്യം. ചില ഘട്ടങ്ങളിൽ ജീവിത പരീക്ഷണങ്ങൾ തരണം ചെയ്യാനാവാതെ മനുഷ്യർ തകർന്നു പോകുന്നു. ഇതിൽ നിന്നും അവന് മോചനം നേടാൻ ഒന്നേയുള്ളൂ മാർഗം. ദിനവും ശ്രീരുദ്രമന്ത്രം ജപിച്ച് നമ്മെ ശരണം പ്രാപിക്കുക. മംഗളം ഭവന്തു.